ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ മറച്ചു വെച്ച ഏതോ ഒരു മർമ്മത്തെ എന്ത് ചെയ്തു? ആരാഞ്ഞുകൊണ്ടേയിരുന്നു. അവൻ അങ്ങനെ പറയാം, ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി, ജ്ഞാനികൾ എന്ത് ചെയ്തു? അന്വേഷിച്ചു നോക്കി. ദൈവവചനം പഠിക്കുന്ന ന്യായപ്രമാണ ശാസ്ത്രിമാർ വചനത്തിൽ എന്ത് ചെയ്തു? സൂക്ഷ്മമായി നിരീക്ഷിച്ചു നോക്കി. അവൻ ദൈവത്തിന്റെ വെളിപ്പാടുകളുടെ പൂർണ്ണത എവിടെയാണെന്ന്. എന്നാൽ അവർക്കാർക്കും ആ പൂർണ്ണ വെളിപ്പാട് എന്ത് ചെയ്തിട്ടില്ല? ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്നുള്ള സമ്പൂർണ്ണ വെളിപ്പാട് ഒരാൾക്കും കിട്ടിയില്ല. എന്നാൽ എബ്രായ ലേഖനത്തിൽ അവൻ എഴുത്തുകാരൻ പറയുകയാണ്, അവൻ എന്നാൽ ഭാഗമായി ചെറിയ വെളിപ്പാടുകൾ പ്രവാചകന്മാരിലൂടെ, ജ്ഞാനികളിലൂടെ, ന്യായപ്രമാണ പണ്ഡിതന്മാരിലൂടെയൊക്കെ ദൈവം വെളിപ്പെടുത്തിയെങ്കിലും അതൊന്നും പൂർണ്ണതയുള്ളതായിരുന്നില്ല. മറിച്ച് ഈ അന്ത്യകാലത്ത് പുത്രനായ യേശു ക്രിസ്തു മുഖാന്തരം അവൻ ദൈവം ആ വെളിപ്പാടിന്റെ പൂർണ്ണത എന്ത് ചെയ്തു? അവൻ ദൈവത്തിന്റെ സഭയ്ക്ക്, ദൈവത്തിന്റെ ജനത്തിന്, മനുഷ്യവർഗത്തിന് വേണ്ടി നൽകി തന്നു. ആമേൻ. ചിന്തിക്കണം, ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ മറഞ്ഞിരുന്ന ഈ മർമ്മം എന്താണ്? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ മർമ്മം, ദൈവത്തിന്റെ തിരുഹൃദയത്തിലെ അതിപ്രധാനമായ മർമ്മം തന്റെ പുത്രനായ യേശു ക്രിസ്തു എന്ന ദൈവ മർമ്മം.